സാർ പ്ലീസ് എന്നെ ഒന്ന് ചെയ്യല്ലേ സാർ. ആ ആ ആ. അയ്യോ, ഞാൻ ഇന്ന് ലേറ്റായി. അമ്മേ, ഞാൻ ഇറങ്ങുവാ. മോളെ കഴിച്ചിട്ട് പോ. ഇല്ലമ്മേ, ലേറ്റായി. ഞാൻ പോണേ, ബൈ. ഈ പെണ്ണിൻ്റെ അടുത്ത് നേരത്തെ എണീക്കാൻ പറഞ്ഞാലും കേൾക്കൂല. അവന്തിക നല്ല ലേറ്റ് ആയതുകൊണ്ട് അവൾ പെട്ടെന്ന് റോഡ് ക്രോസ് ചെയ്യാൻ പോവുകയായിരുന്നു. അപ്പോൾ അവൾ ഒരു കാർ ഇടിക്കാൻ വന്നു. ഡോ, താൻ എവിടെ നോക്കിയാടോ വണ്ടി ഓട്ടിക്കുന്നത്? അവൻ പെട്ടെന്ന് കാറിന്റെ വെളിയിറങ്ങി. നിനക്ക് ചാവാൻ എന്റെ കാർ മാത്രമേ കിട്ടിയുള്ളൂ? എന്നെ വന്ന് ഇടിച്ചതും പോരാതെ നിന്ന് ന്യായം പറയുന്നു. നീ ആരെന്നാടി നിന്റെ വിചാരം? ഡോ, എടി പോടിന്നൊക്കെ തന്റെ വീട്ടിൽ പോയി വിളിച്ചാ മതി. ഒന്നും മാറി നിൽക്ക്, എനിക്കൊരു ഇമ്പോർട്ടന്റ് മീറ്റിംഗിന് പോകാനുള്ളതാ. താൻ സോറി പറയാതെ മീറ്റിംഗിന് പോണം, എനിക്കൊന്ന് കാണണമല്ല. സോറിയോ? ഞാനോ? നോ വേ. അവൾ പെട്ടെന്ന് അവന്റെ കാറിന്റെ കീഞ്ഞെടുത്തു. എന്റെ കീഞ്ഞ് താടി. താൻ സോറി പറ, അപ്പോ തരാം. അവന് സോറി പറയുന്നതല്ലാതെ വേറെ ഒരു വഴിയുമില്ലായിരുന്നു. അവന് ആ മീറ്റിംഗ് അത്ര ഇമ്പോർട്ടന്റ് ആയിരുന്നു. അവസാനം അവൻ സോറി പറയാൻ തയ്യാറായി. സോറി, ഇനിയെങ്കിലും ആ കീ ഒന്ന് താ എനിക്ക്. ഇനിയെങ്കിലും ഒന്ന് നേരെ കാർ ഓടിക്കാൻ പഠി. സാർ, എന്തോ മാത്യു ഇവിടെ? നീ ഇന്ന് ഓഫീസിൽ പോയില്ലേ? ഇത് മീറ്റിംഗ് ഉള്ളതല്ലേ? സാർ, ഇറ്റ്സ് എ ബാഡ് ന്യൂസ്. മീറ്റിംഗ് ക്യാൻസൽ ആയി സാർ. സാർ ലേറ്റ് ആയതുകൊണ്ടാണ് മീറ്റിംഗ് ക്യാൻസൽ ആയ. അർജുൻ സാർ സാറിനെ ഇതായിട്ട് കാണാത്തോണ്ട് എന്നെ പറഞ്ഞു വിട്ടതാ. അർജുൻ സാർ നല്ല കലിപ്പിലാണ് സാർ. സിദ്ധു നല്ല ദേഷ്യം വന്നു. അവൻ കാറിന് വലിച്ചടിച്ചു. ഡാം ഇറ്റ്, ഇതെല്ലാം ആ പെണ്ണ് കാരണമാ. എനിക്ക് അവളുടെ ഫുൾ ഡീറ്റെയിൽസ് ഇന്ന് ഉച്ചയ്ക്ക് മുമ്പ് എന്റെ ക്യാബിനെ എത്തിക്കണം. അനു, നീ ഇന്നലെ എന്താ വീട്ടിൽ വരാത്തെ? ഞാനും അമ്മ എന്ത് പേടിച്ചെന്നോ. പിന്നെയാണ് അറിഞ്ഞത് നീ ഇന്നലെ ഓർഫണിൽ തന്നെ നിന്നു. എടി, അത് ഇന്നലെ ഓർഫൺ പോയപ്പോഴത്തേക്ക് മദർ അറിഞ്ഞ് ഇന്ന് അവിടെ നിൽക്കാൻ, അങ്ങനെ അവിടെ നിന്നതാ. അല്ല, നീ എന്താ കോളേജിൽ ഇത്ര ലേറ്റ് ആയത്? എടി, അത് ഞാൻ ഇന്ന് വന്ന വഴിക്ക് എന്നൊരു കാർ ഇടിക്കാൻ വന്നു. അങ്ങനെ അവിടെ സംസാരിച്ചുകൊണ്ടിരുന്ന് നേരെ വൈകി തറഞ്ഞില്ല. എന്നിട്ട് നിനക്കെന്തെങ്കിലും പറ്റിയോടാ? എനിക്കൊന്നും പറ്റിയില്ല. നമ്മൾ ക്ലാസ് കയറാം, അല്ലെങ്കിൽ ആ മാത്സ് സാറ് ഫുൾ അസൈൻമെന്റ് നമ്മളെ കൊണ്ട് ചെയ്യിപ്പിക്കും. വാ, പോവാം. ഇന്നാ സാർ ഡീറ്റെയിൽസ്. അവളുടെ പേര് അവന്തിക എന്നാണ്. കോളേജ് സ്റ്റുഡൻ്റ് ആണ്. അമ്മ മാത്രമേ അവൾക്കുള്ളൂ. പിന്നെ ഒരു മിഡിൽ ക്ലാസ് ഫാമിലിയാണ്. സാർ, ഇത്ര ഡീറ്റെയിൽസേ കിട്ടിയുള്ളൂ. ഇറ്റ്സ് ഓക്കെ, ഇത്ര ഡീറ്റെയിൽസ് മതി. അവന്തിക, യു ആർ ട്രാപ്ഡ്. നീ കളിച്ചത് സിദ്ധാർത്ഥ് വിശ്വകർമ്മയിലൂടെയാണ്. വന്നോ രണ്ടുപേരും? ആ അമ്മേ, നല്ല വിശപ്പുണ്ട്, എന്തെങ്കിലും കഴിക്കാൻ എടുക്ക്. മോളെ, പിന്നെ നിനക്കൊരു കല്യാണ ആലോചന വന്നിട്ടുണ്ട്. എൻ്റെ അമ്മേ, ഇവൾക്കിപ്പോൾ എന്തിനാ കല്യാണം? ഇവൾ പഠിക്കണല്ലേ ഉള്ളൂ. മോളെ, വലിയ ആളുകളാ. അമ്മ അനു പറഞ്ഞ പോലെ ഞാൻ ഇപ്പോൾ പഠിക്കുകയല്ലേ. അമ്മ ഒന്ന് മനസ്സിലാക്കി, എനിക്കിപ്പോൾ കല്യാണമൊന്നും വേണ്ട. നിന്നെ ഇത്രയും ഞാൻ നോക്കി വളർത്തിയിട്ട് നിന്റെ കല്യാണം കാണാതെ എൻ്റെ കണ്ണടഞ്ഞു പോയ. അമ്മേ, നിർത്ത്. ഞാൻ പെണ്ണ് വളഞ്ഞ് ഒടുങ്ങി നിൽക്കാം. അമ്മേ, ഞാൻ നാളെ രാവിലെ ബാംഗ്ലൂരിൽ പോവേണ്. എനിക്ക് കോളേജിൽ നിന്ന് റിസർച്ചിൻ്റെ ഇതുണ്ട്. ഞാൻ മാത്രമല്ല, കുറേ കുട്ടികളുണ്ട്. ഞാൻ പോയിട്ടൊരു 3-4 ദിവസം കഴിഞ്ഞ് വരും. അനു, നീ പോയിട്ട് വാ. എടീ, നിനക്ക് നാളെ തന്നെ പോകണോ? മറ്റന്നാ പെണ്ണ് കാണാൻ വരുമ്പം ഞാൻ ഒറ്റയ്ക്ക്, അതൊക്കെ എങ്ങനെയാ? അവന്തി, എനിക്ക് നാളെ തന്നെ പോകണം. നീ പറയണ കേട്ടാ എന്നെയാണോ പെണ്ണ് കാണാൻ പറഞ്ഞത്? നിന്നെയല്ലേ, പിന്നെന്ത്? ഞാൻ നിന്നെ വിളിക്കാം. ഇപ്പം നീ കിടന്നുറങ്ങ്. ഞാൻ നാളെ രാവിലെ പോണത്.
അതുമല്ല ഞാൻ 3-4 ദിവസം കഴിയുമ്പോൾ വരും. ശരി. സിദ്ധു നിൽക്ക്. എന്താ നിന്റെ ഉദ്ദേശം? എന്തുദ്ദേശം? സിദ്ധു, അമ്മ പറഞ്ഞത് നീ മറ്റന്നാ പെണ്ണ് കാണാൻ ചെല്ലുമെന്ന് ഒരു വീട്ടിൽ വിളിച്ച് പറഞ്ഞായിരുന്നോ? എൻ്റെ അടുത്ത് ഇത് മാത്യുവാണ് പറഞ്ഞത്. ഇതൊക്കെ സത്യമാണോ? ഓ അതാണോ? ഓ ഞാൻ പറയാൻ മറന്നുപോയി. നമ്മൾ മറ്റന്നാ പെണ്ണ് കാണാൻ പോകുന്നു. പിന്നെ എനിക്ക് വേറെ ഉദ്ദേശമൊന്നുമില്ല. എനിക്ക് അവളെ ഇഷ്ടപ്പെട്ടു, അത്രേ ഉള്ളൂ. വിശ്വേട്ടാ, അവ എന്താ ഇങ്ങനെ? നിനക്ക് അവൻ്റെ സ്വഭാവം അറിയില്ലേ? പിന്നെ എന്തിനാ നിങ്ങളൊന്ന് വിഷമിക്കുന്നേ? നീ ഇപ്പൊ പോയി കിടന്നു. അർജുൻ, സിദ്ധു എന്താ ഉദ്ദേശിക്കുന്നേ? നീ അവൻ്റെ അടുത്ത് ചോദിക്കണം. ഓക്കെ ഡാഡ്. പിന്നെ നമ്മളുടെ ഹോസ്പിറ്റൽ പറകിലെ ഡ്രഗ്സ് ഇന്ന് ലോഡ് പോയായിരുന്നു. യെസ് ഡാഡ്, അതൊക്കെ സിദ്ധു ചെയ്തായിരുന്നു. പിന്നെ ഡാഡ്, ശങ്കർ നമ്മളെ ഒറ്റാൻ നോക്കി. അവൻ എന്താ ചെയ്യണ്ടേ? ആദ്യം അവൻ്റെ അടുത്തൊന്ന് സംസാരിച്ച് തീർക്കാൻ നോക്ക്, അല്ലെങ്കിൽ അങ്ങ് തീർത്തേക്ക്. ഓക്കെ ഡാഡ്. ഇതൊന്നും വൈദേഹി അറിയരുത്. അറിയാം ഡാഡ്, അമ്മ ഇതൊന്നും അറിയില്ല. നീ പോയി സിദ്ധുവിനോട് സംസാരിക്കേ. ഓക്കെ ഡാഡ്, ഞാൻ അവൻ്റെ അടുത്ത് പോയി സംസാരിക്കാം. ഗുഡ് നൈറ്റ്. ഗുഡ് നൈറ്റ്. സിദ്ധു, ഞാൻ അങ്ങോട്ട് വന്നോട്ടെ? ആ ഏട്ടാ വാ. ഏട്ടൻ എന്തിനാ പെർമിഷനൊക്കെ ചോദിക്കുന്നേ? പിന്നെ എന്താ നിന്റെ ഉദ്ദേശം? എന്തായാലും നിനക്കൊരു പെണ്ണിന് ഇഷ്ടമായെന്ന് പറഞ്ഞ് ഞാൻ ഒരിക്കലും അത് വിശ്വസിക്കില്ല. ഇറ്റ്സ് എ ലൈ. അത് ഏട്ടാ, അന്ന് മീറ്റിംഗ് ക്യാൻസലായില്ലേ, അത് അവള് കാരണമാ. അന്ന് അവൾ എന്നെ കുറേ ജനങ്ങളുടെ മുമ്പിൽ വെച്ച് അപമാനിച്ച്. അതിനെല്ലാം കൂടെ ചേർത്ത് എന്തായാലും ഞാൻ അവൾക്ക് കൊടുക്കുന്നുണ്ട്. അതിനും കൂടെ വേണ്ടിയ അന്ന് 2 കോടിയുടെ മീറ്റിംഗ്, അത് അവള് കാരണമാണ് ക്യാൻസലായത്. എന്നാൽ അവൾക്ക് ഏറ്റവും വലിയ പണിഷ്മെന്റ് തന്നെ അവൾക്ക് കൊടുക്കണം. എന്നെ കല്യാണം കഴിക്കുന്നതിനെക്കാട്ടിലും വലിയ പണിഷ്മെന്റ് എനിക്ക് അവൾക്ക് കൊടുക്കാനില്ല. പിന്നെ ഏട്ടൻ ഒരു കാര്യം അറിയാവോ? അവളുടെ വീട് എവിടെ ഇരിക്കണമെന്ന് അറിയാവോ? എനിക്കിങ്ങനെ അറിയാം അവളെ വീട് എവിടെ ഇരിക്കണമെന്ന്. അന്ന് നമ്മൾ കണ്ടില്ലേ റെസ്റ്റോറൻറ്റ് എന്നൊക്കെ നമ്മൾ പറഞ്ഞ ആ സ്ഥലത്ത് ഒരു പഴയ വീടൊക്കെ ഇരിക്കില്ലേ, ആ പഴയ വീടാണ് അവളത്. അവളെ ലീഗലായിട്ട് മാരേജ് ചെയ്താലേ അത് ഫുൾ എഴുതി വരയ്ക്കാൻ പറ്റുള്ളൂ. അല്ലെങ്കിൽ ഞാൻ അവളെ കിഡ്നാപ്പ് ചെയ്ത് മാരേജ് ചെയ്തേനെ. എന്തായാലും അവൾക്ക് ഞാൻ മാരേജ് ചെയ്യുന്നതിനെക്കാട്ടിലും വലിയ പണിഷ്മെന്റ് എനിക്ക് അവൾ കൊടുക്കാനില്ലേ. അവളെ ടൈം സ്റ്റാർട്ടായി, അത്രേ ഉള്ളൂ. അത് ഞാനും ആലോചിച്ച് നീ എന്തുകൊണ്ട് അവളെ കിഡ്നാപ്പ് ചെയ്ത് കല്യാണം കഴിക്കില്ലാന്ന്. ഇപ്പോഴല്ലേ മനസ്സിലായത്. പിന്നെ ആ വീടിക്കുന്ന സ്ഥലം, ഇറ്റ്സ് എ ബ്യൂട്ടിഫുൾ പ്ലേസ്. അത് എഴുതി മേടിക്കാൻ പറ്റിയ അത്രയും നല്ലത്. പിന്നെ ഈ മാരേജിന് അവൾ സമ്മതിക്കൂ? അവൾ സമ്മതിക്കും. സമ്മതിച്ചില്ലെങ്കിൽ അവൾ എൻ്റെ സ്വന്തമാവും, അത് ഉറപ്പാണ്. പിന്നെ ഇനി അവൾ അനുഭവിക്കും, അത് ഉറപ്പാണ്. ഷീസ് മൈ ന്യൂ മെയ്ഡ്. എൻ്റെ വേലക്കാരിയാണ് ഇനി അവള്. നിനക്ക് ഇഷ്ടമുള്ളതല്ലേ പോയി ചെയ്. എന്തിനും കട്ടയ്ക്ക് സപ്പോർട്ടായി ഞാൻ കാണും. എനിക്കത് മതി ഏട്ടാ. ഗുഡ് നൈറ്റ്. അയ്യോ, ഞാൻ നല്ല ലേറ്റായി. ഇനി ആ ഷോർട്ട് കട്ട് വഴി പോയാലോ? ഇനി ആ വഴി പോവാം. എൻ്റെ ദൈവമേ, ഫുൾ വഴിയും തെറ്റിയല്ല. പെട്ടെന്ന് അവളൊരു സൗണ്ട് കേൾക്കുന്നു. സാർ പ്ലീസ്, എന്നൊന്നും ചെയ്യില്ല സാർ. സാർ പ്ലീസ്, സാർ പ്ലീസ്. അതെന്താ? പോയി നോക്കിയാലോ? നോക്കാം.